ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ നെസ്തോറിയൻ പാഷണ്ഡികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ഒരു സീറോ മലബാർ വിശ്വാസികളെ, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ മുഴുവൻ കൊണ്ടുവന്ന് പോർച്ചുഗീസുകാരുടെ അവരുടെ ആഭിമുഖ്യത്തിൽ റോമുമായി കൂട്ടിച്ചേർത്ത് നമ്മൾ കേരള ക്രിസ്ത്യാനികൾ ഇന്ന് കാണുന്ന ഈ ഒരു തലത്തിലേക്ക് നമ്മൾ വന്നുവിട്ടത്. അന്ന് നമ്മളെക്കുറിച്ചുണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം കേരളത്തിലുണ്ടായിരുന്നത് നെസ്തോറിയൻ പാഷണ്ഡതയാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് സഭ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു, നെസ്തോറിയൻ ഒരു പാഷണ്ഡത പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെ തെറ്റിദ്ധരിക്കുകയായിരുന്നു അന്ന് ചെയ്തത് എന്നുള്ളത് ആ നെസ്തോറിയൻ പാഷണ്ഡതയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് സഭ പഠിപ്പിക്കുന്നത്, അതായത് ഈ പറയുന്ന ഔദ്യോഗികമായ തലത്തിൽ നിന്ന് പഠിപ്പിക്കുന്നത് നെസ്തോറിയൻ പാഷണ്ഡതകളെക്കാൾ വലിയൊരു പാഷണ്ഡത. അതെന്താണ്? ആന്ത്രപ്പോതൊക്കോസ് എന്ന് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ ശരീരത്തിൻ്റെ ഉത്തരവാദിത്തം അത് മറിയത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് മറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അന്ന് ആ ഒരു പഠനത്തിൽ നിന്നാണ് ആന്ത്രപ്പോതൊക്കോസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ആ മനുഷ്യ ശരീരത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് വിളിക്കണം. അപ്പോൾ ആന്ത്രപ്പോതൊക്കോസ് എന്നാണ് വിളിക്കേണ്ടത്, തിയോടോക്കോസ് എന്നോ ക്രിസ്റ്റോടോക്കോസ് എന്നോ അല്ല വിളിക്കേണ്ടത് എന്നുള്ളതായിരുന്നു ആ ഒരു പഠനം. ഇന്ന് ഏതാണ്ട് ആ ഒരു പഠനത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഡിബേറ്റ് നടത്തിയപ്പോൾ ആ ഡിബേറ്റ് നടത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചൊരു ചോദ്യവും ആ ചോദ്യത്തിന് തന്ന ഉത്തരവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. മത്തായി സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യം. യേശു പറയുന്നു, സത്യമായി ഞാൻ പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. യേശു വ്യക്തമായിട്ട് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല. ഇവിടെ സ്നാപക യോഹന്നാൻ തന്നെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, എന്നേക്കാൾ വലിയവനാണെന്ന രീതിയിൽ സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്. അപ്പോ ജിൻഡോ ബ്രദർ പറയണം, യേശു പറഞ്ഞു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല എന്ന് പറയുമ്പോൾ യേശുവിന്റെ ശരീരം മുഴുവൻ സ്ത്രീയിൽ നിന്നാണ് വന്നതെങ്കിൽ അപ്പോൾ യേശു സ്നാപക യോഹന്നാനേക്കാൾ മുകളിലാണോ സ്നാപക യോഹന്നാനേക്കാൾ താഴെയാണോ? യേശുവിന്റെ ശരീരം സ്ത്രീയിൽ നിന്നാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ സ്നാപക യോഹന്നാനേക്കാൾ താഴെയാണെന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ അംഗീകരിച്ചാൽ യേശു അപ്പോൾ ആരാണ്, എന്താണ് എന്നുള്ള രീതികളെല്ലാം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. ഇതിന് ഉത്തരം വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, ഇതിന് ഉത്തരം വളരെ സിമ്പിളാണ്. ആ 11-ാമത്തെ വാക്യം കംപ്ലീറ്റ് വായിച്ചാൽ മതി, ഉത്തരം കിട്ടും. അതായത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആൾ പറഞ്ഞു ഇതിന് ഉത്തരം വളരെ സിമ്പിളാണ്. കാരണം സ്വാഭാവികമായി ഈ ചോദ്യം ചെന്നപ്പോൾ തന്നെ ആളുടെ മുഖം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതിന് ഉത്തരം സിമ്പിളാണെന്ന് പറയാം. നമ്മൾ ജാവ പവർഫുള്ളാണ്, പിന്നെ ജാവ അങ്ങനെയാണെന്ന് പറയുന്ന പോലെ പറയാനല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം പറയുന്ന ഉത്തരത്തിലേക്ക് നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കുക. 11-ാം വാക്യം എന്താ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനൊക്കെ വലിയവനില്ല, എങ്കിലും സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. അപ്പൊ സ്നാപയോഹന്നാനൊക്കെ വലിയ ഒരാളുണ്ട്. അതാരാണെന്ന് താങ്കൾ കണ്ടുപിടിച്ചാൽ ഉത്തരം തരും. ഇതാണ് എൻ്റെ ഉത്തരം. യേശുക്രിസ്തു കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് വചനം. വചനം പകുതി മുറിക്കല്ലേ, വളരെ വ്യക്തമാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനൊക്കെ വലിയ ആരുമില്ല. അടുത്ത അതിൻ്റെ ഉത്തരം കൺക്ലൂഡ് ചെയ്യണമെങ്കിലും സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. ഈ ചെറിയവനാവുക എന്ന് പറയുന്നു കഴിഞ്ഞാൽ ഇതാ കർത്താവിൻ്റെ ദാസി, കർത്താവിൻ്റെ ദാസൻ. ഈ രണ്ട് പ്രയോഗങ്ങൾ മറിയത്തിനും യേശുക്രിസ്തുവിനും കാണാൻ സാധിക്കും. ബൈബിൾ എടുത്ത് നോക്കി കാണാൻ സാധിക്കും. കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസി. ഇതാ കർത്താവ് ദാസി എന്ന് മറിയം പറയുന്നു. യേശുക്രിസ്തുവിനെ കർത്താവിൻ്റെ ദാസൻ എന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ പത്രോസിലേക്ക് പ്രസംഗത്തിൽ പറയുന്നു. അപ്പോൾ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലുത് സ്നാപകനാണെങ്കിൽ അവരെക്കാൾ വലിയവരാണ് ദൈവജനത്തെ പ്രതി എളിമപ്പെടുത്തിയവർ. അതാരാണ് ഈ ദാസനും ദാസിയും? അതാ ചോദ്യം. മറിയം ഇവിടെ മരിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൻ കുരിശ് മരണം കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് അവിടെ ക്ലോസിൽ അവർ യേശുക്രിസ്തുവോട് നിർത്തിയിരിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ വലിയവൻ, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവരെക്കാൾ വലിയവനാണ്. ഇത്രയുള്ളൂ ഉത്തരം. സാധാരണ ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസറിന് നമ്മൾ എക്സാം എഴുതുമ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളൂ, വേറെ ഒന്നുമില്ല, ആശയമില്ല. കാരണം അതിന് ഉത്തരം പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ ക്വസ്റ്റ്യൻ തന്നെ എടുത്തിട്ട്, പണ്ടൊക്കെ ഇംഗ്ലീഷ് പരീക്ഷയിൽ പണ്ട് ആളുകൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്, ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ റിവേഴ്സ് എഴുതും. ഇതുപോലെ നമ്മൾ ആ ചോദ്യം ചോദിച്ചു, ആ വചനം തന്നെ അദ്ദേഹം വായിച്ചു. ആ വചനം ഞാൻ മുറിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ സത്യത്തിൽ മുറിച്ച് അല്ല, ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ആ വചനം മുഴുവൻ വായിച്ചാൽ ഉത്തരം വളരെ ക്ലിയർ ആണ്. സ്വർഗരാജ്യത്തിൽ ഒരു വലിയവനുണ്ട്, അപ്പോൾ യേശുവിൻ്റെ ശരീരം സ്വർഗത്തിൽ നിന്നാണെന്ന് അദ്ദേഹം പറയേണ്ടി വരും. അത് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞു.
അപ്പോൾ വായിച്ചു വന്നപ്പോഴാണ് പുള്ളിക്ക് കാര്യം മനസ്സിലായത്, അയ്യോ ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ ശരീരം സ്വർഗത്തിലാണെന്ന് ഞാൻ തന്നെ സമ്മതിക്കുകയാണല്ലോ. അപ്പോൾ രണ്ടാമത്തെ അദ്ദേഹം അതിന് വായിക്കാൻ നിന്നില്ല, പകരം ആശയം പറഞ്ഞു, തന്നെ എളിമപ്പെടുത്തി. അതിനുശേഷം സൈലൻ്റായി, പെട്ടെന്ന് ഉത്തരം കഴിഞ്ഞു. കാരണം അതിനുശേഷം പിന്നെ പുള്ളി പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് കൂടി ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞല്ലോ, സ്നാപയോഹന്നാന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, മറിയത്തിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. CCC എന്ന് പറയുന്ന ഭാഗമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ പറ്റി പറയുമ്പോൾ പുതിയ നിയമത്തിൽ സ്നാപയോഹന്നാന്റെ ശേഷം, സ്നാപയോഹന്നാന്റെ കാലഘട്ടത്തിൽ, യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ, ആ മറിയത്തിൽ, ഇങ്ങനെ 3 പേരിൽ ആ സുവിശേഷത്തിന്റെ സമയത്ത് പരിശുദ്ധാത്മാവ് എങ്ങനെ ചലിച്ചു, അതിനുശേഷം പരിശുദ്ധാത്മാവ് എല്ലാവരിലേക്കും എങ്ങനെ വ്യാപിച്ചു എന്ന് പറയുന്ന ഭാഗം വളരെ വ്യക്തമായിട്ട് ഇതിൽ കാണാൻ സാധിക്കും. അത് സ്നാപയോഹന്നാൻ അത്രയും വലുതായി തന്നെയാണ് നമ്മൾ കാണുന്നത്. സ്നാപയോഹന്നാനേക്കാളും വലിയവരാണ് സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ. ഇത്രയും ക്ലിയർ ആയി കരുതുന്നു. ആരുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനെ കുറിച്ചാണ് പിന്നെ പറഞ്ഞത്. കാരണം ഉത്തരവില്ലാതെ വരുമ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. പറഞ്ഞു എന്ന് കേൾവിക്കാർക്ക് മനസ്സിലാവണമല്ലോ, അതിനുവേണ്ടി ബർത്ത്ഡേയുടെ കഥയൊക്കെ പറഞ്ഞു. എന്നാലും നമ്മളൊന്ന് ഈ ഒരു മനോഭാവം ഒന്ന് ചിന്തിച്ചു നോക്കുക. യേശുവിനെ ഒരു ഗോത്ര ദൈവമാക്കാം. മറിയത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ഇസ്രായേൽ ഗോത്രത്തിൽ വന്ന ഒരു നോർമൽ മനുഷ്യ ദൈവം, നമ്മൾ ഇന്ന് പല മിത്തോളജികളും കാണുന്നത് പോലെ തന്നെ ഒരു സാധാ ഗോത്ര ദൈവമാക്കിയാലും കുഴപ്പമില്ല. മരിയോളജി വിജയിക്കണം, ഇതാണ് ഒന്നാമത്തെ ചിന്ത. 2, സ്നാപയോഹന്നാനേക്കാൾ യേശുവിനെ താഴേക്ക് കൊണ്ടുവന്നാലും കുഴപ്പമില്ല. യേശുവിനെ എങ്ങനെ തള്ളി പറഞ്ഞാലും എന്തൊക്കെ രീതിയിൽ പറഞ്ഞാലും തങ്ങളുടെ വാദം വിജയിക്കണം. ഇതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഇത്തരക്കാർ തയ്യാറാണ് എന്നുള്ളതാണ് നമുക്ക് രണ്ടാമത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ഇതേ ചോദ്യം തന്നെ വീണ്ടും ഒന്നുകൂടി എടുത്ത് ചോദിക്കുകയാണ്. ഓക്കെ, എന്തായാലും ചിന്തോ ബ്രദർ അപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു, യേശു സ്വർഗത്തിൽ നിന്നാണ് എന്നുള്ളത് അവിടെ തന്നെ ഏതാണ്ട് വന്നിട്ടുണ്ട്. കാരണം സ്വർഗത്തിലുള്ളവനാണ് എങ്കിൽ അപ്പോൾ ക്രിസ്തു വലിയവൻ തന്നെയാണെന്ന് പറയേണ്ടി വരും എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒന്ന് ജോബിൻ്റെ പുസ്തകം 15:14 ഞാൻ പ്രബന്ധത്തിൽ പറഞ്ഞിരുന്നു, സ്ത്രീയിൽ നിന്നും ജനിച്ചവൻ നീതിമാനായിരിക്കാൻ സാധിക്കുമോ? വീണ്ടും ജോബിൻ്റെ പുസ്തകം 25:4 പറയുന്നുണ്ട്, സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ഈ 2 വിഷയവും വെച്ചിട്ടാണ് ഇവിടെ ഈ ഒരു വാക്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല എന്ന് പറയുമ്പോൾ വളരെ ക്ലിയർ ആണ്. യേശു ക്രിസ്തുവിൻ്റെ ശരീരം സ്ത്രീയിൽ നിന്ന് യേശു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ ആ പൂർണ്ണമായ അവൻ്റെ ഹ്യൂമാനിറ്റിയുടെ പൂർണ്ണത മറിയത്തിലാണ് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവിടെ പറയാൻ പറ്റും, യേശു ക്രിസ്തു സ്നാപയോഹന്നാനേക്കാൾ ചെറിയവനാണെന്ന് പറയണം, അല്ലെങ്കിൽ യേശു നുണ പറഞ്ഞു എന്ന് പറയണം. ഈ 2 ഓപ്ഷൻ നമുക്ക് അവിടെ ഉള്ളൂ. ഇനി ഓപ്ഷൻ ഉണ്ട്. എംബറർ എമ്മാനുവൽ പഠിപ്പിക്കുന്ന ഒരു കൾട്ട് തിയറി ഉണ്ട്. അതായത് മാതാവ് ആദ്യം മുതലുണ്ട്. എവിടെ മുതൽ? ഉൽപ്പത്തി മുതൽ മാതാവ് ശരീരത്തിലുണ്ട് എന്ന് പഠിപ്പിക്കുന്ന എംബറർ എമ്മാനുവൽ കൾട്ട് തിയറി ഉണ്ട്. അപ്പൊ ആ കൾട്ട് തിയറി ആണെങ്കിൽ ഈ പറഞ്ഞ സംഭവം ക്ലിയർ ആണ്. ഞാൻ ചോദിച്ചത് വളരെ ക്ലിയർ ആണ്, മനുഷ്യ ശരീരത്തെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ചർച്ചയിൽ യേശു ക്രിസ്തു പറഞ്ഞ വാക്യമാണ്, ഒന്നെങ്കിൽ യേശു നുണ പറഞ്ഞു എന്ന് പറയണം, അതല്ലെങ്കിൽ സ്വർഗത്തിലാണെന്ന് നമ്മൾ സമ്മതിച്ചേ പറ്റൂ, അതല്ലെങ്കിൽ എംബറർ കൾട്ട് തിയറിയിലാണ് വരുന്നത്. ഇതിൽ ഏതിലാണ് ബ്രദർ നിൽക്കുന്നത് എന്നും കൂടെ ഒന്ന് വ്യക്തമാക്കുക. ഓക്കെ, എംബറർ കൾട്ട് തിയറി അല്ലെന്ന് ആദ്യം ഞാൻ പറഞ്ഞേക്കാം. കാരണം എംബറർ കൾട്ട് തിയറി അനുസരിച്ചിട്ട് മാതാവ് സ്വർഗത്തിൽ പരിശുദ്ധാത്മാവാക്കിയിട്ടുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതൊന്നും യാതൊരു ബന്ധവുമില്ല. മനുഷ്യനും ജനിച്ച മനുഷ്യ പെൺകുട്ടിയാണ് കന്യകാമറിയം. അത് ആദ്യമേ പറയട്ടെ. ഈ രണ്ടാമത്തെ, അപ്പം അതിലേക്കൊന്നും വലിച്ചഴിക്കേണ്ട, എന്നെ വലിച്ചഴിക്കേണ്ട, കത്തോലിക്ക സഭയിൽ വലിച്ചഴിക്കേണ്ട ആവശ്യമില്ല. അതല്ല വിശ്വാസം. അതായത് ഇദ്ദേഹം പറഞ്ഞത് എംബറർ കൾട്ട് തിയറി അല്ല ഞങ്ങൾ പറയുന്നത്, കാരണം ഞങ്ങൾ അതിലേക്ക് വലിച്ചഴക്കേണ്ട. തീർച്ചയായിട്ടും വലിച്ചഴിക്കും. കാരണം എംബറർ കൾട്ട് തിയറി വരാനുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഈ ഡിബേറ്റ് നടത്തിയത്. ഈ ഡിബേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം യേശു ക്രിസ്തുവിന്റെ ശരീരം മറിയത്തിൽ നിന്നോ അല്ലെങ്കിൽ വചനമാംസമായതോ എന്നുള്ളതായിരുന്നു പ്രധാന വിഷയം. നിങ്ങൾ ഈ വിഷയം ചിന്തിച്ചു നോക്കുക. എംബററിനെ സൃഷ്ടിച്ചത് പോലും ഈ കൾട്ട് പഠനമാണ്. ഈ അന്ധകാരം നിറഞ്ഞ പഠനം ആണ് എംബറർ എമ്മാനുവൽ പോലുള്ള ഒരു കൾട്ടിനെ സൃഷ്ടിച്ചത്. അതിനെ സൃഷ്ടിച്ചതാകട്ടെ കത്തോലിക്ക സഭയുടെ ഇത്തരം പഠനങ്ങളാണ്. അതുകൊണ്ട് വലിച്ചിഴക്കിയേ തന്നെ ചെയ്യും. അതിന് ആർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല. കാരണം തെറ്റുപഠിപ്പിച്ച് ജനം വഴിതെറ്റിപ്പോയി കഴിയുമ്പോൾ ഞങ്ങളല്ല അതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞ് കൈ കഴുകാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. നിങ്ങൾക്ക് യാതൊരു വിധത്തിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. കാരണം അതിൻ്റെ ഉപജ്ഞാതാവ്, അതിൻ്റെ ആദ്യ ഘട്ടം വന്നത് നിങ്ങളിൽ നിന്നാണ്. നമ്മൾ പഠിപ്പിച്ച ഈ തെറ്റായ വശം തന്നെയാണ് എന്ന് ഉൾക്കൊണ്ടേ പറ്റൂ. അത് തിരുത്താൻ തയ്യാറാകണം. അതാണ് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ അത് പറയുമ്പോൾ അതിന് തിരുത്താനും തയ്യാറാകത്തില്ല. യേശുവിനെ എങ്ങനെ ചെറുതാക്കിയാലും, യേശുവിനെ എത്ര താഴേക്ക് കൊണ്ടുവന്നാലും, യേശുവിനെ നുണയനായി ചിത്രീകരിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾ പറയുന്ന ഈ തെറ്റ് തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക?
വചനം മാംസമായതാണെന്ന് ക്രിസ്തു പറയുമ്പോൾ അല്ല, മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചതാണെന്ന് നിങ്ങൾ എങ്ങനെ, മറിയത്തിൽ നിന്ന് കോശം സ്വീകരിച്ചതോ ശരീരം സ്വീകരിച്ചതോ എങ്ങനെ പറയാൻ കഴിയും? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമ പഠനങ്ങൾ നിങ്ങൾ മുഴുവൻ തള്ളേണ്ടി വരും. കാരണം ജോബിന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു, സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ നിർമ്മലനല്ല. അപ്പോൾ നിങ്ങൾ പറയും യേശു നിർമ്മലനല്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾക്ക് എന്ത് പറയണം? യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് എത്ര നിർമ്മലനല്ലെന്ന് പറഞ്ഞാലും ചെറുതാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. മറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ചു എന്ന് ആ വാദം ഞങ്ങൾ മുറുകെ പിടിക്കും എന്നുള്ളതല്ലേ? ഇത് തന്നെയാണ് എംപറർ പഠിപ്പിക്കുന്നതും. ബാക്കിയുള്ളത് കൂടെ കേൾക്കാൻ നമുക്ക് കൃത്യമായി കാര്യം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് സ്വർഗത്തിൽ നിന്നല്ല. അപ്പൊ ഇവിടെ നോക്കൂ, ശ്രദ്ധിക്കണേ, ഇവിടെ ഡെസ്റ്റിനി എടുക്കുകയാണ്. സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ മറിയത്തെക്കാളും അല്ല സ്നാപകനൊക്കെ വലിയവനില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനല്ല എന്ന് ഈ വചനം വെച്ച് തെളിയിച്ചിരിക്കുക. അപ്പൊ ഇത് മറ്റു വചനം സ്വീകരിക്കാൻ സ്ത്രീയിൽ ദാവീദിന്റെ അല്ലെങ്കിൽ സ്ത്രീയിൽ നിന്ന് ജാതനായി എന്ന് പൗലോസ്ലീഹ പറഞ്ഞ കാര്യം എന്താ താങ്കൾ സ്വീകരിക്കാത്തത്? ഈ വചനം മാത്രമേ സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്നുള്ള വിഷയമുള്ളൂ. അത് പറയണ്ടേ? സ്ത്രീയിൽ നിന്ന് ജാതനായി എന്ന് ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുക. സ്ത്രീയിൽ നിന്ന് ജാതനായി, കാലസമ്പൂർണ്ണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ജാതനായി മനുഷ്യനായി പിറന്നു എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുക. അപ്പൊ അത് താങ്കൾ സ്വീകരിക്കില്ല. ഇവിടെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവർ എന്ന് പറയുമ്പോഴേക്കും അത് യേശു ക്രിസ്തു അല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി സ്നാപകൻ എടുത്തിരിക്കുക. അതിൻ്റെ ഒരു ഈ രണ്ട് ഭാഗത്തും നിൽക്കുന്നതിനെ പറ്റി ഞാൻ സൂചിപ്പിക്കുന്നത്. സ്ത്രീയിൽ നിന്ന് ജനിച്ചവരെന്ന് പറയുക. ഇപ്പൊ ഞാൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞത് ഞാൻ എവിടെയെങ്കിലും തള്ളി കളഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഗലാത്യ ലേഖനം 4:4 പറഞ്ഞത് നമ്മൾ സ്വീകരിക്കുന്നു. റോമ 1:3 പറയുന്നത് നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷെ അത് സ്ത്രീയിൽ നിന്നും ശരീരം സ്വീകരിച്ചു എന്ന ആ വചനത്തിന് യാതൊരുവിധ അർത്ഥവുമില്ല. എന്താണ് അർത്ഥം? വചനം മാംസമായി സ്ത്രീയിൽ ജനിച്ചു. യേശു ക്രിസ്തു സ്ത്രീയിലാണ് അവൻ ജനിച്ചത് എന്ന് എവിടെയെങ്കിലും നമ്മൾ നിഷേധിച്ചോ? ഒരു സ്ഥലത്തും നിഷേധിച്ചിട്ടില്ല. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ മറിയത്തിന്റെ ഉദരത്തിൽ തന്നെ 9 മാസം കിടന്ന് പുറത്തേക്ക് വന്നു എന്ന കാര്യം നമ്മൾ യാതൊരു വിധത്തിലും നിഷേധിച്ചിട്ടില്ല. മാതാവിനോടുള്ള ബഹുമാനത്തിൽ നമ്മൾ എവിടെയെങ്കിലും കുറവ് വരുത്തുന്നുണ്ടോ? ഇല്ല. ആ ബഹുമാനിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠയായ സ്ത്രീ തന്നെയാണ് മാതാവ് എന്ന് നമ്മൾ എല്ലായിടത്തും പറയുന്നുണ്ട്. എന്താണ് നമ്മൾ നിഷേധിച്ചത്? നമ്മൾ നിഷേധിച്ച ഒറ്റ കാര്യമുള്ളൂ, യേശുവിൻ്റെ ശരീരം മറിയത്തിൽ നിന്ന് സ്വീകരിച്ചതാണ് എന്ന വിഷയമാണ് നമ്മൾ നിഷേധിച്ചത്. ഇത് തന്നെ പിതാക്കന്മാർ നിഷേധിച്ചിട്ടുണ്ട്. ഇവരെപ്പോഴും പറയുന്നത് സഭാപിതാക്കന്മാർ മുഴുവൻ ഇവിടെ പറഞ്ഞു. നമ്മൾ യോഹന്നാന്റെ ലേഖനം വളരെ വ്യക്തമായിട്ട് യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പശ്ചാത്തലം പോലും നമുക്കറിയാം. അവിടെ നോയിസ്റ്റിക് പ്രസ്ഥാനമാണ്. അതായത് യേശുവിൻ്റെ ശരീരം യഥാർത്ഥമല്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരോട് തിരിച്ചു പറയുകയാണ്, പ്രിയപ്പെട്ടവരെ എല്ലാ ആത്മാക്കളും നിങ്ങൾ വിശ്വസിക്കരുത്. എങ്ങനെയുള്ള ആത്മാക്കളെ നിങ്ങൾക്ക് വിശ്വസിക്കാം? ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം, യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് പറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. അതായത് യേശുവിൻ്റെ ശരീരം യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്ന ആത്മാവിനെ നിങ്ങൾക്ക് സ്വീകരിക്കാം, അവർ ദൈവത്തിൽ നിന്നാണ്. പക്ഷെ അവിടെ പോലും യോഹന്നാൻ മറിയത്തെക്കുറിച്ച് യാതൊരുവിധ വാക്കും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. സഭാപിതാക്കന്മാരോ അപ്പസ്തോലന്മാരോ മറിയത്തിൽ നിന്നുമാണ് ശരീരം എടുത്തത് എന്നൊരു പഠനമേ പറഞ്ഞിട്ടില്ല. അവർ തെളിയിക്കാൻ ശ്രമിച്ചത് മുഴുവൻ യേശുവിന് യഥാർത്ഥ ശരീരം ഉണ്ടായിരുന്നു. നോയിസ്റ്റിക്കാർ പറഞ്ഞ പോലെ അതൊരു മായ കാഴ്ചയല്ല, കാല് നിലത്ത് തൊടാത്തതല്ല, അങ്ങനെ തോന്നിയതല്ല, അങ്ങനെ വെറുതെ ഒരു തോന്നലായിരുന്നില്ല. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. അതിനവരെടുത്തു വെച്ചത് മുഴുവൻ യേശു എന്ത് ചെയ്തു? മറിയത്തിൽ ജനിച്ചു എന്ന വിഷയം നമ്മൾ അവരുടെ പലപ്പോഴും ഇപ്പൊ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതെല്ലാം ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായി ക്രിസ്തു വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒന്നും ശരീരത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു, മറിയത്തിന്റെ ശരീരമാണ് യേശു സ്വീകരിച്ചതെന്ന് യാതൊരുവിധ വ്യാഖ്യാനവുമില്ല. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ യേശു പറഞ്ഞ വാക്കിനെതിരാവുകയാണ്. എന്ത്? താൻ സ്ത്രീയിൽ നിന്നാണെങ്കിൽ സ്നാപക യോഹന്നാനേക്കാൾ താഴെയാകും, എന്നാൽ താൻ സ്വർഗത്തിൽ നിന്നും സ്ത്രീയിൽ വന്നതാണ്. സ്വർഗത്തിൽ നിന്നുമുള്ള വചനം സ്ത്രീയിൽ വന്ന് അവതരിച്ചതാണ് എന്ന് വ്യക്തമായി യോഹന്നാൻ പഠിപ്പിക്കുക. അപ്പൊ നമ്മളാണ് പറയുന്നത് അങ്ങനെയല്ല, കോശം സ്വീകരിച്ചു, മറിയത്തിന്റെ ശരീരം സ്വീകരിച്ചു എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അപ്പസ്തോലന്മാരെയും സഭാപിതാക്കന്മാരെയും പൂർണ്ണമായി തള്ളുകയാണ്. നിങ്ങൾ സഭാപിതാക്കന്മാരെ ആദിമ സഭാപിതാക്കന്മാരെ എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ അവർ പഠിപ്പിച്ച പ്രധാന വിഷയം ജനിച്ചു എന്ന് പറയുന്ന അവരെഴുതിയിരിക്കുന്ന വാക്കുകളെല്ലാം പോകുന്ന ഒറ്റ സ്ഥലത്തേക്കാണ്, യേശുവിന് യഥാർത്ഥമായ ശരീരം ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അവർ തെളിയിച്ചത്. അവൻ ഭൂമിയിൽ 9 മാസം ഒരു സ്ത്രീയുടെ ഉദരത്തിലായിരുന്നു. അതിനുശേഷം പ്രസവത്തോട് പുറത്തു വന്നു. ഒരു കുഞ്ഞായി അവൻ വളർന്ന് 33 വർഷക്കാലം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ചരിത്രമാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതിനെ തള്ളിയ നോയിസ്റ്റിക് പ്രസ്ഥാനത്തെയാണ് അവരെന്ത് ചെയ്യുന്നത്?
തെറ്റാണെന്ന് സ്ഥാപിച്ചു വെക്കുന്നത്. അതല്ലാതെ മറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ചു എന്ന് യാതൊരു വിധത്തിലും ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പം ഇവരുടെ ആവശ്യം എന്താണ്? യേശുവിനെ കൊച്ചാക്കിയാലും സ്ത്രീയിൽ നിന്ന് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ യേശുവിൻ്റെ ഏത് മേഖല പറഞ്ഞാലും ഇവർക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ് ഇവരിവിടെ പറയാൻ ശ്രമിക്കുന്നത്. ബാക്കി കൂടെ നമുക്ക് കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാം. പിന്നെ പഴയ നിയമ വ്യാഖ്യാനം, പഴയ നിയമത്തിന്റെ പൂർണ്ണതയാണ് പുതിയ നിയമം. നിങ്ങൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പഴയ നിയമത്തിൽ നിന്ന് അത് എങ്ങനെ പുതിയ നിയമത്തിലേക്ക് പൂർണ്ണ വെളിപാടായി വരുന്നു എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ പറയുന്നത്. ഇപ്പൊ താങ്കൾ പറയുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 7-8 അധ്യായത്തിൽ എന്താ പറയുന്നത്? പാപകരമായ ഒരു മനുഷ്യനിൽ നിന്ന് എങ്ങനെ വിശുദ്ധിയിലേക്ക് വരുന്നു? ദൈവാത്മാവിന് ജനിച്ചുവരുന്ന ദൈവത്തിന്റെ പുത്രന്മാരാണ്. അപ്പോൾ യോഹന്നാന്റെ ലേഖനം പാപം എങ്ങനെയായിരിക്കുന്നു, എന്നാൽ ദൈവപുത്രൻ എന്ന രീതിയിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു കൺവേർഷൻ, ദൈവമക്കൾ എന്ന സ്ഥാനം വരുമ്പോൾ എങ്ങനെയായി മാറുന്നു? ഈ ഒരു കൺവേർഷനെ പഠിപ്പിക്കുന്നത് ഒരാളുടെ പ്രസംഗത്തിന്റെ ഒരു വരി എടുത്തിട്ട് ഇതാ എല്ലാവരും പാപികളാണെന്ന് പറഞ്ഞു. അതല്ല, എല്ലാവരും പാപികളാണെങ്കിലും ക്രിസ്തു നമുക്ക് വേണ്ടി വിശുദ്ധനായിരിക്കും, അതുകൊണ്ട് ഇനി പാപം ചെയ്യാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു ചെല്ലും എന്ന് പഠിപ്പിക്കുക യോഹന്നാൻ. 1 യോഹന്നാൻ 3-ാം അധ്യായം 9-10 വചനം വായിച്ചാൽ താങ്കൾക്ക് മനസ്സിലാവും. ദൈവത്തിന് ഞാൻ ഒരു പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യാൻ സാധ്യമല്ല, കാരണം ദൈവജനത്തിൽ വസിക്കുന്നു, അതുകൊണ്ടാണ് പാപം ചെയ്യാൻ സാധ്യമല്ലെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഈ ഒരു പോയിന്റ് പഠിപ്പിക്കാൻ വേണ്ടി എല്ലാവരും പാപികളാണെന്ന് യോഹന്നാൻ പറഞ്ഞതിനെടുത്ത് അതുകൊണ്ട് എല്ലാവരും എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്യുന്നു. ഈ ബൈബിള് വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തിനാണോ പറഞ്ഞിരിക്കുന്നത് അതിനെടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കുക. ജോബിന് പ്രശ്നം അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് എല്ലാവരും എങ്ങനെയാണ്? അങ്ങനെയല്ല, ഇവിടെ രക്ഷാകര കർമ്മമാണ്, അങ്ങനെ യേശുക്രിസ്തു പാപിയാണെന്ന് പറയേണ്ടി വരും. അപ്പൊ താങ്കളോട് പറയാണ് ഈ ഒരു വചനത്തില് സ്ത്രീയിൽ നിന്ന് ജനിച്ചത് സ്നാപയോഹന്നാനാണ് ഏറ്റവും വലുത്, യേശു അല്ല എന്ന് പറയുന്നു. ഞാൻ ഉത്തരം പറഞ്ഞു, എപ്രകാരമാണ് സ്ത്രീയിൽ നിന്ന് ജനിച്ച അതിന് എളിയവർ അതിനൊക്കെ വലിയവരാണെന്ന് തന്നെ ഉണ്ടല്ലോ. ഈ പ്രവാചകന്മാരെ ഏറ്റവും വലിയ പ്രവാചകൻ സ്നാപയോഹന്നാൻ. ആ സ്നാപയോഹന്നാന് ശേഷമുള്ള 2 പേര് അവിടെ ജീവിതം പൂർത്തീകരിക്കാനുണ്ട്. സ്നാപയോഹന്നാൻ മരിച്ചപ്പോൾ ഇത് പറയുന്നത്, ജീവിതം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഏറ്റവും എളിമയുള്ളവരാണെന്ന് പറയുകയും യേശു ക്രിസ്തു തെളിയിച്ചു. അതാണ് യേശു ക്രിസ്തുവിനെ ഞാൻ പറഞ്ഞത് ദാസനും ദാസിയും എന്ന് വിളിച്ചത്. അപ്പൊ ഈ കാര്യം മനസ്സിലാക്കുക. അല്ലാതെ ഇവിടെ മാത്രം സ്ത്രീയിൽ നിന്ന് ജനിച്ചത് എടുത്തതുകൊണ്ട് ഞാൻ യേശു ക്രിസ്തു സ്ത്രീയിൽ നിന്ന് ജനിച്ചത് അല്ലാതെ സ്ഥാപിക്കുന്നു. ബാക്കിയെടുത്ത് സ്ത്രീയിൽ നിന്ന് ജാതനായി കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്നൊക്കെ പറയുന്നത് തോന്നുന്നു, അത് ഞാൻ സ്വീകരിക്കില്ല, ഇത് മാത്രം സ്വീകരിക്കുന്നു പറയുന്നതിൽ ഒരു യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. ആ യുക്തി അദ്ദേഹത്തിന് മനസ്സിലാകത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയി നമ്മൾ പറഞ്ഞു, സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്നതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു, അവിടെ ഒന്നും നമ്മളൊരു എതിർവാദം വെച്ചിട്ടില്ല. നമ്മളുടെ വിഷയം ഇതാണ്, ശരീരം സ്ത്രീയിൽ നിന്ന് പൂർണ്ണമായി സ്വീകരിച്ചോ, കോശങ്ങൾ സ്വീകരിച്ചോ, ഒരു നോർമൽ ആ രീതിയിലാണോ യേശു ഭൂമിയിൽ വന്നത് എന്നുള്ളതായിരുന്നു വിഷയം. അപ്പോൾ ഇദ്ദേഹം അവിടെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന രീതിയിലേക്ക് സംഭവത്തെ കൊണ്ടുപോയി. മാത്രമല്ല പഴയ നിയമത്തെ തള്ളി, കാരണം ജോബിന്റെ പുസ്തകത്തെ പൂർണ്ണമായി ഇദ്ദേഹം തള്ളി. ജോബിന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്ന ആ വിഷയത്തെ തള്ളിക്കളഞ്ഞു. സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എങ്ങനെ നിർമ്മലനായിരിക്കാൻ സാധിക്കും? അപ്പോൾ അത് ശരിയല്ല. ഇനി യേശു തന്നെ പഠിപ്പിച്ച കാര്യമാണ്, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനിലെ സ്നാപയോഹന്നാനാണ് ഏറ്റവും വലിയവൻ. അത് യേശു പഠിപ്പിക്കുന്നത് തൻ്റെ ശരീരവും തൻ്റെ രക്തവും തൻ്റെ പൂർണ്ണമായ മനുഷ്യത്വവും ദൈവത്വവും അത് സ്ത്രീയിൽ നിന്നല്ല എന്ന് യേശു വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ, വളരെ ക്ലിയറായി പഠിപ്പിക്കുമ്പോൾ ഇവർക്കതിന് സാധിക്കുന്നില്ല അത് ഉൾക്കൊള്ളാൻ. യേശുവിനെ എത്ര താത്തിയാലും അതൊരു ഗോത്രദൈവമാക്കി മാറ്റിയാലും, സ്നാപയോഹന്നാനേക്കാൾ താഴെയാണ് യേശു എന്ന് പറഞ്ഞാലും, യേശു നിർമ്മലനല്ല എന്ന് പറഞ്ഞാലും, യേശു നുണ പറഞ്ഞു എന്ന് പഠിപ്പിച്ചാലും ഇവർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. അവിടെ ഇവരാഗ്രഹിക്കുന്നത് മറിയത്തെ ഉയർത്തി നിർത്തണം, മാതാവിനെ വർഷിപ്പ് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ മരിയോളജിയെ വിജയിപ്പിച്ച് നിർത്തണം. അതിന് യാതൊരുവിധ കോട്ടവും സംഭവിക്കരുത് എന്നുള്ളതാണ് ഇവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ കാര്യം. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇവർ ആരെയാണ് ആരാധിക്കാൻ ശ്രമിക്കുന്നത്, ആരെയാണ് ദൈവമായി സ്വീകരിക്കുന്നതെന്ന്. പ്രിയമുള്ളവരെ, ഒരു കത്തോലിക്കനായി നിന്നുകൊണ്ട് തന്നെ ഞാനിത് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഞാൻ വിശ്വസിക്കേണ്ടത് സ്നാപയോഹന്നാനേക്കാൾ താഴെയുള്ള ഒരു ദൈവത്തെയാണോ അല്ലെങ്കിൽ ക്രിസ്തുവിനെയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? അതെയോ സർവ്വത്തിൻ്റെയും ഉടയവനായ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ നമുക്ക് വേണ്ടി രക്ഷ നൽകാൻ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായ ക്രിസ്തുവിനെ, അവൻ്റെ ശരീരം സ്വർഗത്തിൽ നിന്നാണ് വന്നതെന്ന് ഞാൻ വിശ്വസിക്കണോ? അതേ ഭൂമിയിലെ ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നാണ് അവൻ വന്നത്, അവൻ്റെ ശരീരത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഒരു മനുഷ്യനാണ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. സഭാപിതാക്കന്മാരെന്തു പറഞ്ഞു? ഇന്ന് നമ്മൾ വന്നെത്തുന്നത്, കറങ്ങി തിരിഞ്ഞ് നമ്മൾ വത്തുന്നത് ഒരു കാലത്ത് നെസ്തോറിയൻ വാദം എന്ന് പറഞ്ഞ്, പാഷണ്ടി എന്ന് പറഞ്ഞ് മുദ്രകുത്തി തള്ളിക്കളഞ്ഞ ആ വാദത്തെക്കാൾ മോശമായ തലത്തിൽ, ആന്ത്രപ്പോതൊക്കോസ് എന്ന തരത്തിൽ, അതായത് മറിയത്തിലാണ് യേശുവിൻ്റെ മനുഷ്യ ശരീരത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ
യേശുവിൻ്റെ അമ്മയെ തിയോടോക്കോസ് എന്ന് വിളിക്കുന്നതും ക്രിസ്റ്റോടോക്കോസ് എന്ന് വിളിക്കുന്നതും ശരിയല്ല. പകരം ആന്ത്രപ്പോടോക്കോസ് എന്ന് വിളിക്കുന്ന ഒരു പാഷണ്ഡതയിലേക്ക് തന്നെയാണ് ജിൻഡോ ബ്രദറും, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു ഞാൻ കത്തോലിക്കനാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന കത്തോലിക്ക പഠനമാണെന്ന് പറയുമ്പോൾ ഈ പഠനങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് ഇതിലേക്കാണ് എന്നുള്ളത് ഏതൊരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, സത്യം നിങ്ങൾ മനസ്സിലാക്കുക, ആ സത്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ മാതാവിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. യേശു ഈ ഭൂമിയിലേക്ക് വരുവാൻ 9 മാസക്കാലം അവനെ ഉദരത്തിൽ ചുമന്ന് ഏറ്റവും സ്നേഹത്തോടെ വളർത്തി വലുതാക്കി എല്ലാ രീതിയിലും യേശുവിന് കൂടെ നിന്ന ആ മാതാവിനെ ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യവതി എന്ന് കണ്ടുകൊണ്ട് അവളെ ബഹുമാനിക്കാൻ നമ്മൾ തയ്യാറാകണം. ആ ബഹുമാനം ഏത് തരത്തിലും കൊടുക്കണം എന്നാൽ ആരാധന പൂർണ്ണമായ ക്രിസ്തുവിനും നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ക്രിസ്തുവിനോടും ആകണം എന്നുള്ളതാണ് ഞാനിവിടെ പ്രധാനമായിട്ടും വയ്ക്കുന്ന വിഷയം. അതല്ലാതെ മാതാവിനെ ഒരു തരത്തിലും അവഹേളിക്കുകയോ ചെറുതായി കാണുകയോ ചെയ്യരുത്. മാതാവിനെ ഏറ്റവും ശ്രേഷ്ഠമായി ബഹുമാനിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും എൻ്റെ കൂടെയുള്ളവരും എന്ന് നിങ്ങൾ സത്യം മനസ്സിലാക്കുക. എന്നാൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനമോ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയോ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യമോ ഒരു രീതിയിലും മാതാവിന് കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ ഇതുകൊണ്ട് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് എൻ്റെ കേൾവിക്കാർ മനസ്സിലാക്കുക. ദൈവം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, സത്യം തിരിച്ചറിയുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.